ഹലോ. ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് നോക്ക്. ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പാക്കാണ്. കാരണം പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങേണ്ട ആവശ്യമായിട്ട് വരില്ല. നിങ്ങളുടെ അടുക്കളയിലുള്ള ചേരുവകൾ മാത്രം മതി. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ല അടിപൊളി ഒരു റിസൾട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ മുഖം നല്ല നിറവും തിളക്കവും ആക്കിയെടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ വലിയ വില കൊടുത്തിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തിട്ടും അതുപോലെ തന്നെ വലിയ വില കൊടുത്ത് ക്രീം വാങ്ങേണ്ടിയൊന്നും ആവശ്യമില്ല. ഇതുപോലൊരു തക്കാളി എടുക്കുക, നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, മിക്സിയുടെ ചെറിയ ജാറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം നിങ്ങളിത് അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ വെള്ളം ഒന്നും ആഡ് ചെയ്യരുത്. ആ തക്കാളിയിലുള്ള വെള്ളം ഉണ്ടല്ലോ, ആ തക്കാളിയിലുള്ള വെള്ളത്തിൽ അതങ്ങ് അടിഞ്ഞാൽ മാത്രം മതി. ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരിക കേട്ടോ. ഇത് കൂടുതലുണ്ടെങ്കിൽ ബാക്കി വെക്കാം, നമുക്കിത് ഫുള്ളൊന്നും വേണ്ടി വരില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു ഹാഫ് തക്കാളി എടുത്താലും മതി. ഇതിലേക്ക് നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ പൊടി ഉണ്ടല്ലോ, ഗോതമ്പ് മാവ് അല്ലെങ്കിൽ ആട്ടപ്പൊടിയില്ലേ, നമ്മൾ ചപ്പാത്തിയെല്ലാം ചുടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പൊടി, ഒരു ടേബിൾ സ്പൂണ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ കട്ടയില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടൊമാറ്റോൻ്റെ പേസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനതാണ് കുറച്ച് കൂടുതലെടുത്തത്. നമുക്ക് ആവശ്യാനുസരണം ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് ഈ ഒരു ഗോതമ്പ് മാവിനെ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. പാലും എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണല്ലോ. പലരും 2 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കുക കേട്ടോ. നമ്മുടെ ഫേസ് പാക്ക് ഭയങ്കര ലൂസും ആയി പോകാൻ പാടില്ല, അതുപോലെ തന്നെ ഭയങ്കര ടൈറ്റും ആയി പോകാൻ പാടില്ല. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാം. പക്ഷേ തൈരില്ലെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് പാലിൽ വേണമെങ്കിൽ തൈരാണ് നിങ്ങളുടെ അടുത്തുള്ള തൈര് യൂസ് ചെയ്യുക, പാലുള്ളതെങ്കിൽ പാൽ യൂസ് ചെയ്യുക കേട്ടോ. അതൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുഖം ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ച് മുഖവും കഴുത്തും ഒന്ന് തുടച്ചതിന് ശേഷം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ടാന് മാറാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കൈ, കാല്, കഴുത്ത്, മുഖം ഇവിടെ എല്ലാം നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എന്തായാലും നിങ്ങളുടെ ആരുടെ വീട്ടിലും ഇല്ലാത്തതായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇത് തേച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടിയിൽ തന്നെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു 2 ലെയറായിട്ട് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫേസിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫേസിൽ നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കിത് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എല്ലാന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നന്നായി ഡ്രൈ ആകുമ്പോൾ നമ്മളിത് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെള്ളം നന്നായിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന പോലെ, നമ്മൾ കയ്യിൽ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ആക്കിയിട്ട് മുഖത്തേക്ക് അടിച്ച് ഇതാക്കില്ലേ നമ്മൾ, അതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്തിട്ട് മെല്ലെ നിങ്ങളത് റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളുടെ മുഖം എത്രത്തോളം തിളക്കം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്തെടുക്കുക. പിന്നെ സോപ്പിട്ടിട്ടൊന്നും കഴുകിക്കളയരുത് കേട്ടോ. സോപ്പിട്ടിട്ടൊന്നും കഴുകിയെടുക്കാൻ പാടില്ല. വെറും വെള്ളത്തിൽ ഈ ഒരു പാക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ആ സെയിം പാക്ക്, മുഖത്തുള്ള ആ സെയിം പാക്ക് നമ്മൾ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് മെല്ലെ മസാജ് കൊടുത്തിട്ട് റിമൂവ് ചെയ്തെടുക്കുക.
അങ്ങനെ ചെയ്തെടുത്താൽ മാത്രമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അടിപൊളി റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഇതിൽ ഒരു എഫക്റ്റും ഇല്ല, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം എഫക്റ്റീവായിട്ടുണ്ട് എന്നുള്ളത്. ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഉള്ള സാധനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളൊന്ന് നോക്ക് എത്ര അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. നമുക്ക് കരുവാളിപ്പ് മാറാൻ വേണ്ടിയിട്ടെല്ലാം ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അഭിപ്രായം വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഫ്യൂച്ചർ വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.